ഡോഗിന് വാങ്ങണമല്ലോ എതിർപ്പുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നമ്മൾ ഡോഗ്സിന് വാങ്ങണമല്ലോ വളർത്തണമല്ലോ പ്രൊട്ടക്ഷന് വാങ്ങണമല്ലോ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ നമ്മൾ പുതിയൊരു കൂട് ഉണ്ടാക്കിക്കണം. അപ്പോൾ ഈ ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. ആർക്കാച്ചാൽ വന്ന് ഇവിടെ കൂട്ടിൽ കിടക്കുക. 3 നേരം 4 നേരം ചിക്കനും തീറ്റയും പ്രോട്ടീൻ തീറ്റയും മുട്ടയും ചിക്കനൊക്കെ നിങ്ങൾക്ക് ഇട്ടിരുന്നതായിരിക്കും. CCTV ഉണ്ടാവും. ആഴ്ചമാത്തിയും ഞങ്ങളൊക്കെ കൂടിയിട്ടാവും. തീറ്റ തരാൻ ഇവിടെ ഒരു ഹോള് ഇതാക്കുന്നതാവും. അപ്പം ഇങ്ങനെ നായിന് പ്രശ്നമില്ലല്ലോ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ വന്ന് കടക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നായിനെ വാങ്ങണില്ല. നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനത്തെ ഉള്ളത് ഇവിടെ സെറ്റ് ചെയ്യുക. അപ്പം എന്താ പറയുക, നായിൻ്റെ പട്ടിനെ കൊണ്ട് നടക്കുന്ന സംഭവം പട്ടിനെ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. അതിന് മനുഷ്യന്മാർ സെക്യൂരിറ്റിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ ആളെ നിർത്തിയിട്ടോ കാര്യമില്ല. സെക്യൂരിറ്റിനെ അവിടെ വെച്ചിട്ട് സെക്യൂരിറ്റി ഇത് സമാധാനം പറഞ്ഞു ഡോഗിനെ വാങ്ങണമല്ലോ എതിർപ്പുള്ളവരുണ്ട്. ഹായ്, ഏതാണ് താൻ? ഓരോ നായിക്കൂടും അല്ല, കുറച്ചൊക്കെ ആവശ്യത്തിന് പറയണത് ഒരു മറ്റേ വർത്താനായിപ്പോയി. എൻ്റെ അവിടെ ചിക്കനും മറ്റതും മറിച്ചതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അവിടെ പെരയിലുള്ള ആൾക്കാർക്ക് അത് കൊടുത്താളാ. എന്നോട് ആരോ പറഞ്ഞോ നായിനെ വളർത്തണ്ടാന്ന്? ഇതാണ് കുറച്ച് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തന്നെ ഞങ്ങളുടെ സ്വഭാവം വൃത്തിയിട്ട സ്വഭാവം. എടാ ചങ്ങാതി ഇത്ര വലുപ്പല്ലേ? നായിനെ പോറ്റണ്ടെന്ന് ആരാ പറഞ്ഞേ? ഇത് നായിനെ പൂച്ചനെ എന്തോ പോറ്റിയോ? പക്ഷെ ഉമ്മാരി ഉളുപ്പില്ലാത്ത ഡയലോഗ് അടിക്കരുത്. എന്താ വെച്ചാൽ നായിനെ പോറ്റുന്നവർക്ക് വല്ല എതിർപ്പുണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടന്നോളി, നായ്ക്കൂട് ഇവിടെ ഉണ്ട്, മറ്റേ ഉണ്ട്, മറിച്ചുണ്ട്. ഇതൊക്കെ ആരാ? ഞാൻ എൻ്റെ വീഡിയോ 2 വട്ടം കണ്ടു. എൻ്റെ വാപ്പി ഇമ്മ എല്ലാവരും ഒരേമാതിരി തന്നെ. ഇതൊക്കെ എന്താ വെച്ചാലേ പൈസന്റെ അഹങ്കാരം. അല്ലാണ്ടെത്താ നായിനെ വളർത്തുന്ന കൂടുണ്ട്, അതിൽ വന്ന് കിടന്നോളി. ഞാൻ പറഞ്ഞാ കയറി പോവും. അല്ല ഏടുന്ന് വണ്ടി കയറി വരും. ഈ ചങ്ങായൊക്കെ എന്ന് വന്നാ ഇവൻ്റെ ഉമ്മൻ്റെ ഇവൻ്റെ ഇടക്കിടക്ക് ഇങ്ങനെ കാണാം, ഇത് അഞ്ചനാണ്, ഇത് മറ്റവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ജെയും ആൾക്കാർ ഊക്കരുത്. ഓക്കെ, വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, പാവപ്പെട്ട ജനങ്ങളെ ഊക്കാൻ നിൽക്കരുത്. ഓക്കെ, എൻ്റെ ഒരു ഒലക്കമ്മ നായ്ക്കൂടും സെക്യൂരിറ്റി എൻ്റെ പേര് അതിന് മാത്രം ഉണ്ട്. സെക്യൂരിറ്റിക്കൊക്കെ പറ്റിയേ എന്നാ പോച്ചങ്ങയായിരുന്നു ഏതാച്ചൊക്കെ അല്ലാന്ന് മനുഷ്യന്മാർ പറഞ്ഞൊരു മര്യാദ വേണ്ടേ? ഓൻ പറയാം ഓൻ്റെ ഫോട്ടോയും കൊടുക്കും, ചിക്കൻ കൊടുക്കും, മട്ടൻ കൊടുക്കും നായ്ക്ക്. അത് വേണമെങ്കിൽ അവിടെ വന്ന് കടന്നോളിന്ന്. എൻ്റെ ചെലവിലല്ല ആൾക്കാർ ജീവിക്കണേ. ഓന്ന് ചിലക്കണ പോച്ചങ്ങായിരുന്നു. ഏടുന്ന് പേര് വെച്ചൊക്കെ അല്ല പിന്നെ ഓനും അവൻ്റെ ഒരു പെരക്കാരും ഒരു ഒലക്കമല്ല വീടും. അപ്പോൾ എല്ലാവരുടെ സ്നേഹം മാത്രം.